ഗരീന് ഫ്രീ ആയി കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയതും റയർ ആയിട്ടുമായിട്ടുള്ള ഒരു ഇമോട്ടാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇമോട്ട് അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല, എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതിന് വേണം കുറച്ച് പോയിന്റ്സ് ഒക്കെ അച്ചീവ് ചെയ്യാണ്ട്. അപ്പൊ ഈ ഇമോട്ട് കിട്ടാനായിട്ട് നമുക്ക് ഒരു 8000 പോയിന്റ്സ് ഒക്കെ ഒരു മാച്ചിന് എങ്ങനെ 500, 100, 300 പോയിന്റ്സ് ഒക്കെ ഏൺ ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത് പറയുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. കൂടെ നമ്മുടെ വീഡിയോക്ക് ലൈക്കും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള മിഷൻസ് ആണ്, ഹാർഡ് ആയിട്ടൊന്നല്ല, നിങ്ങൾക്ക് പറ്റുന്ന അത്ര ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞുതരാൻ പോകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിഷൻ എന്താ വെച്ചാൽ നമ്മൾ സ്റ്റോറിൽ പോയിട്ട് 50 ക്യാരക്ടേഴ്സ് പർച്ചേസ് ചെയ്യും. ഇവിടെ പലതരം മിഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ 10 ക്യാരക്ടേഴ്സ് ബൈ ചെയ്താൽ 20 പോയിന്റ്സ് കിട്ടും. 30 ക്യാരക്ടേഴ്സ് ബൈ ചെയ്യുകയാണെങ്കിൽ 50 പോയിന്റ്സ്. പിന്നെ നമുക്ക് 50 ക്യാരക്ടേഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100 പോയിന്റ്സും കാണൊക്കെ കിട്ടാൻ പോകും. അപ്പോൾ ഈ ഒരു മിഷൻസ് നമുക്ക് 170 പോയിന്റ്സ് വരെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റോറിൽ പോയിട്ട് ഒരു 50 ക്യാരക്ടേഴ്സ് ബൈ ചെയ്യുന്ന കോയിൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. ഇപ്പൊ എവിടെ നോക്കിയാലും കോയിൻസ് ആണ്, FF കോയിൻസ് ഒക്കെ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 50 ക്യാരക്ടേഴ്സ് ബൈ ചെയ്താൽ മതി, നിങ്ങൾക്കൊരു 170 പോയിന്റ്സ് ആണ് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് 8000 പോയിന്റ്സ് ഒക്കെ ഈസി ഇവിടുന്ന് ഒരു കുറച്ച് പോയിന്റ്സ് കിട്ടി. അപ്പൊ ഇത് ഇവിടുന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ക്ലാക്ക് ക്യാരക്ടറിന് പോയിക്കാണ്ട് എക്യൂപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോർമൽ CS സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ ബോർഡ്സ് ഉണ്ട്. പിന്നെ എന്തിനാ ബോർഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ CS സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഏസ് എടുക്കണം. അപ്പൊ റാങ്കഡിൽ നോക്കുകയാണെങ്കിൽ ഏസ് എടുക്കാൻ നല്ല പണിയാണ് ഈ അബിലിറ്റി. അപ്പൊ നമുക്ക് നോർമൽ CS ആണ് ഇതിനൊക്കെ ബെറ്റർ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഏസ്. അപ്പോൾ ഈ ഒരു മിഷൻ നമുക്ക് ഏകദേശം 100 പോയിന്റ്സ് വരെ ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ടോട്ടൽ 270 പോയിന്റ്സ് ആയി. ഇനി നമുക്ക് ഒരു മിഷൻ കൂടി പറഞ്ഞു തരാം. ഇതുവരെ ആയിട്ടും ഞാൻ പറഞ്ഞ മിഷൻസ് ഒക്കെ നിങ്ങൾ അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോയിന്റ്സ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് അടുത്ത മിഷനിലേക്ക് പോകാം. അവിടെ നിന്ന് കുറച്ച് പോയിന്റ്സ് കേൺ ചെയ്യും. അവിടെ നിന്ന് നമുക്ക് ഒരു 500 പോയിന്റ്സ് കേൺ ചെയ്യാൻ പറ്റും. അടുത്ത മിഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഓറിയോൺ ക്യാരക്ടർ എക്യൂപ്പ് ചെയ്യുക, അതിന്റെ സ്കില്ലും കൂടി എക്യൂപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ BR റാങ്കിൽ ഇടിക്കരുത്, നോർമൽ BR സ്റ്റാർട്ട് ചെയ്യുക ബാറ്റിൽ റോൾ. എന്നാൽ പിന്നെ അവിടെ ബോർഡ്സ് ഉണ്ടാകും. പിന്നെ 2 ബോർഡ്സിനെ കണ്ടുപിടിച്ച ചുറ്റിലും ഗ്ലൂ ഇട്ടുകൊണ്ട് കുറച്ച് ഡാമേജ് രണ്ടിനും കൊടുക്കുക. എന്നിട്ട് ഓറിയോൺ ക്യാരക്ടറിന്റെ സ്കില്ല് ഉപയോഗിച്ച് അവർ 2 പേരെ എലിമിനേറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് 100 പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ മാച്ചിന് വരെ ഒരു 100 പോയിന്റ്സ് കേൺ ചെയ്യാൻ പറ്റും നിങ്ങൾ ഇതുപോലത്തെ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്താൽ. അപ്പോൾ അവിടുന്ന് 100 പോയിന്റ് സെറ്റ് ആയി. ഇപ്പൊ ടോട്ടൽ 370 പോയിന്റ്സ് ആയി. അപ്പൊ ഇനി ലാസ്റ്റുള്ള മിഷൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ടോട്ടൽ 500 പോയിന്റ്സ് ഏൺ ചെയ്യാനായി ലാസ്റ്റും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടും കിട്ടിയതിൽ നിങ്ങൾക്ക് 370 പോയിന്റ്സ്. ഞാൻ പറയുന്ന മിഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ആയിട്ട് 370 പോയിന്റ്സ് കിട്ടും. അപ്പൊ പറഞ്ഞത് കേട്ടവർക്കൊക്കെ നല്ല ലാഭമായി. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിക്കണ്ട് ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ അപ്പോൾ ലാസ്റ്റ് മിഷനാണ്. അതിന് വേണ്ടി നിങ്ങൾ ആദ്യം ലെക്രോയിൽ പോവുക. എന്നിട്ട് ഒരു 1000 സ്പിന്ന് ചെയ്യാം. ഡയമണ്ട് വെച്ച് വേണ്ട, നമ്മൾ ഗോൾഡൻ കോയിൻ വെച്ച്. അവിടെ കിട്ടാൻ പോകുന്ന ലാഭം എന്താന്ന് വെച്ചാൽ 50 തവണ നമ്മൾ സ്പിന്ന് ചെയ്താൽ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്ന 20 പോയിന്റ്സും 250 വട്ടം സ്പിന്ന് ആണെങ്കിൽ 50 പോയിന്റ്. പിന്നെ 1000 സ്പിന്ന് ചെയ്താൽ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് 100 പോയിന്റ്സ് ആണ്. അപ്പോൾ ഇപ്പൊ ടോട്ടൽ എത്രയെന്ന് വെച്ചാൽ 550 പോയിന്റ്സ് ആയി. ഞാനിപ്പോ ഫുള്ള് പറഞ്ഞ മിഷൻസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ഇന്ന് കിട്ടിയത് 550 പോയിന്റ്സ് ആണ്. അപ്പൊ കഴിഞ്ഞ മിഷൻസ് നമുക്ക് കിട്ടുന്നത് 170 പോയിന്റ്സ് ആണ്. ടോട്ടൽ ഇന്നത്തേക്ക് 550 പോയിന്റ്സ് ആയി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.